അപ്പോൾ രാവിലെയിൽ നമുക്കൊപ്പം ഒരു അതിഥി കൂടി ചേരുകയാണ്. കോഴിക്കോട് മെയ്ത്ര ആശുപത്രിയിലെ സീനിയർ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ഷഫീഖ് മാട്ടുമ്മലാണ് നമുക്കൊപ്പം ചേരുന്നത്. ഡോക്ടർ ഗുഡ് മോർണിംഗ്, സ്വാഗതം ന്യൂസ് 18ലേക്ക്. ഗുഡ് മോർണിംഗ് ഡോക്ടർ, നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള വലിയ ആശങ്കയാണ് നമുക്ക് മുന്നിലുള്ളത്. ഹൃദയാഘാതം മൂലം എത്രയോ ആളുകളാണ്, എത്രയോ ചെറുപ്പക്കാർ, അത് 40 വയസ്സിന് താഴെയുള്ളവർ പിടഞ്ഞു വീണ് മരിക്കുന്നു എന്നുള്ള വാർത്ത ദിവസവും നമ്മളെ തേടിയെത്തുന്ന ഒരു സാഹചര്യം. എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് തീർച്ചയായും എല്ലാവരും ഇരുത്തി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ലോക ഹൃദയ ദിനം എന്ന് എല്ലാ വർഷവും സെപ്റ്റംബർ 29-ാം തീയതി ആചരിക്കുമ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഹാർട്ടിന് വേണ്ടി കുറച്ച് സമയം ചിന്തിക്കുക എന്നുള്ളതാണ്. ഒരു 20-25 വർഷം മുമ്പ് ഞങ്ങൾ ഹാർട്ട് ഡോക്ടറുടെ OP-യിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ലിസ്റ്റിലും ഒരു ആവറേജ് രോഗിയുടെ പ്രായം നോക്കുമ്പോൾ ഒരു 60 മുതൽ 75 വരെയൊക്കെ ആയിരുന്നു. ഒരു 20 വർഷത്തിന് ശേഷം അത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 വയസ്സെങ്കിലും താഴോട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതൽ രോഗികൾ 40 വയസ്സിന് താഴെയുള്ളവർ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ അറ്റാക്കായിട്ടും ICUയിലും ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും പ്രവാസ ലോകത്തും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇത് വളരെ കൂടുതലായി കേൾക്കുന്നു. നമ്മൾ ഷട്ടിൽ ബാഡ്മിന്റൺ കളിക്കുമ്പോൾ കുഴഞ്ഞു വീഴുന്നു, അതുപോലെ തന്നെ ജിമ്മിൽ വ്യായാമം ചെയ്യുന്ന സമയത്ത് കുഴഞ്ഞ് അപകടം പറ്റുന്നു, അറ്റാക്ക് വരുന്നു. ഈ ന്യൂസുകളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഓരോരുത്തരും മധ്യവയസ്സ് എത്തിയതിനു ശേഷം ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ അറ്റാക്കിന്റെ നിരക്ക് കൂടുന്നത് പലപ്പോഴും ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു വ്യായാമം പ്രോഗ്രാം തുടങ്ങുമ്പോൾ പെട്ടെന്ന് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഹാർട്ടിന്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയും അതുപോലെ തന്നെ ഒരു പുതിയ വ്യായാമ മുറ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ അത് തടയാനുള്ള വഴികൾ ആലോചിക്കുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ, പക്ഷേ ഈ ആരോഗ്യം സംരക്ഷിക്കുന്നില്ല പുതുതലമുറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഡോക്ടർ തന്നെ സൂചിപ്പിച്ചു, ബാഡ്മിൻ്റൺ കളിക്കുന്ന അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന അത്തരത്തിൽ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കാണ് കൂടുതലായും ഒരുപക്ഷെ ഈ ഹൃദയാഘാതമൊക്കെ പെട്ടെന്ന് വരുന്നത് എന്ന് കാണുന്നത് കൂടുതൽ ആശങ്ക ഏറ്റുന്നുണ്ട്. പല ആളുകളും പറയുന്നുണ്ട്, ജിമ്മിലൊന്നും പോകണ്ട, അധികം ഇനി ദേഹം അനങ്ങി ഒരു പണിയും ചെയ്യേണ്ട, അത് ചെയ്യാതിരിക്കുന്നതാണ് റിസ്ക് ഫാക്ടർ കുറയ്ക്കുന്നത് എന്ന് പോലും തമാശയായി പോലും പറയുന്ന ഒരു സാഹചര്യം പോലും വന്നു നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾക്ക് പോലും എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ ഹൃദയാഘാതം വരുന്നത്? ഈ വിഷയത്തെ വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് എടുക്കാം. അതായത് ഒരു വ്യക്തി 20കളിലും അതുപോലെ തന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്പോർട്സിലും കായിക പ്രവൃത്തിയിലും വളരെ ആക്റ്റീവായ ഒരു വ്യക്തിയാണ്. പിന്നെ ജീവിതത്തിന്റെ തിരക്ക് ജോലിയൊക്കെ ആയിട്ട് അനദർ 10-15 വർഷത്തേക്ക് അദ്ദേഹം ജോലിയുമായി ബിസിയായി പോകുന്നു. ഒന്ന് സെറ്റിലായി 35-40 വയസ്സാകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, തന്റെ പഴയ വ്യായാമം കാര്യങ്ങൾ നേരിട്ട് പോയിട്ട് ചെയ്യുന്നു. അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോ പരമ്പരാഗതമായിട്ട് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എല്ലാവർക്കും നമുക്കറിയാം. പ്രമേഹം നേരത്തെ പറഞ്ഞു, പ്രമേഹം, അമിതമായ രക്തസമ്മർദ്ദം, അമിതമായ കൊളസ്ട്രോളിന്റെ ലെവൽ, പിന്നെ ടൊബാക്കോയുടെ ഉപയോഗം, പുകവലി ഏത് രൂപത്തിലായാലും. ഇനി ഇതിനു പുറമെ മറ്റു പല കാര്യങ്ങളും നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ജനിതകപരമായിട്ട് നമുക്കുള്ള റിസ്ക്. അപ്പോൾ ഗ്ലോബലി എടുക്കുകയാണെങ്കിൽ സൗത്ത് ഏഷ്യൻസ്, അതായത് ഇന്ത്യയിലുള്ള ആളുകൾക്ക്, ചെറിയ ശരീരപ്രകൃതിയുള്ള ആളുകൾക്ക് പൊതുവെ ശരീരത്തിലെ കൊറോണറി ആർട്ടറികളുടെ വ്യാസം കുറവാണ്. അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ ബ്ലോക്ക് വരാനും ബ്ലോക്കുകളുള്ള ട്രീറ്റ്മെന്റിന്റെ സസ്റ്റെയിൻഡ് റിസൾട്ട് കുറവാകാനുള്ള സാധ്യത പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ ഒരു പടി മുന്നോട്ട് ഹൃദയ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതുപോലെ ഇതെങ്ങനെ തടയാമെന്ന് ആലോചിക്കുകയും വേണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ യുവാവിലേക്ക് വരാം. അദ്ദേഹം 35-40 വയസ്സായി. ഇനി അദ്ദേഹത്തിന് ആരോഗ്യത്തെ സംരക്ഷിക്കണം, ജിമ്മിൽ പോകണം അല്ലെങ്കിൽ എക്സസൈസിൽ പോകണം. അദ്ദേഹം ചെയ്യേണ്ടത് ആദ്യമായിട്ട് എന്താണ് എൻ്റെ ഹൃദയാരോഗ്യത്തിന്റെ റിസ്ക് അതറിയുക എന്നുള്ളതാണ്. സോ അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എൻ്റെ നമ്പറുകൾ അറിയുക. നോ യുവർ നമ്പേഴ്സ്. അതായത് വാട്ട് ഈസ് യുവർ ബ്ലഡ് പ്രഷർ, വാട്ട് ഈസ് യുവർ ബ്ലഡ് ഷുഗർ ലെവൽ,
വാട്ട് ഈസ് യുവർ ബാഡ് കൊളസ്ട്രോൾ, LDL എന്ന് പറയുന്ന കൊളസ്ട്രോളിന്റെ ലെവൽ എന്താണ്, എന്താണ് എന്റെ വെയിറ്റ് എന്റെ ഹൈറ്റിന് ആനുപാതികമാണ്, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. ഇതൊക്കെ വളരെ ലളിതമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ്. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. രണ്ടാമത്തെ ജനിതകപരമായ റിസ്ക്. എന്റെ ഫാമിലിയിൽ എത്ര പേർക്ക് അറ്റാക്ക് വന്നിട്ടുണ്ട്, എത്ര പേർക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്, എത്ര പേർക്ക് ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്, കൂടെ കൂടെ ചെറുപ്പത്തിലുള്ള മരണം എന്റെ അമ്മാവന്മാരിലോ അവരിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ടൊബാക്കോന്റെ യൂസ് ആണ്. ലഹരി ഇപ്പൊ പല രൂപത്തിലുണ്ട്. പുകവലി കുറയുമ്പോൾ വെയ്പ്പിംഗ് കൂടുന്നു. അപ്പോൾ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് നോ എന്ന് പറയേണ്ട ഒരു വിഷയമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അടുത്ത് ഇനി എനിക്കിപ്പോൾ എന്താണ് എന്റെ ഹൃദയ ആരോഗ്യത്തിന്, എന്റെ ഹൃദയ രോഗസാധ്യത എന്താണെന്ന് കണ്ടുപിടിക്കും. അതിനാണ് നമ്മൾ പല രൂപത്തിലുള്ള കാർഡിയാക് ചെക്കപ്പ് പറയുന്നത്. സോ ഒരു ജിമ്മിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു എക്സസൈസ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പ്രോഗ്രാമിന് നമ്മൾ ഒരു 35 വയസ്സിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ഹാർട്ട് ചെക്കപ്പിന് ശേഷം മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഈ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകൾ സ്വാഭാവികമായും ഒന്നും ടെൻഷൻ അടിക്കും. ഇത്തരത്തിൽ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകളായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, അവരെ ഹൃദയം സംരക്ഷിക്കാൻ എന്താണ് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ആദ്യഘട്ടം ഇതാണ്. പാരമ്പര്യമുള്ള ഒരാൾക്ക് നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ആരോഗ്യം സ്വയം ഇവാലുവേറ്റ് ചെയ്യുക, ഈ നമ്പറുകൾ അറിയുക. അടുത്ത ഒരു ഹൃദയത്തിന്റെ ബേസിക് ടെസ്റ്റുകളായ ECG, എക്കോകാർഡിയോഗ്രാം, ട്രെഡ്മിൽ ടെസ്റ്റ്, ഈ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് ഏകദേശം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി പുതിയ ടെക്നോളജിയുടെയും പുതിയ റിസർച്ചിന്റെയും ഫലമായിട്ട് നമ്മൾക്ക് കൂടുതൽ ടെസ്റ്റുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഹാർട്ടിന്റെ ബ്ലോക്ക് ഉണ്ടെന്നുള്ള ലക്ഷണമോ അറ്റാക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓൾറെഡി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരെ ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്ക് കണ്ടുപിടിച്ച് അതിന്റെ ചികിത്സ നേരത്തെ തന്നെ പോകേണ്ടതാണ്. ഇതിനുള്ള സൗകര്യം നമുക്കിപ്പോൾ എല്ലാ സർക്കാർ അഥവാ പ്രൈവറ്റ് ആശുപത്രികളിലുണ്ട്. അതിനുശേഷം സപ്പോസ് നമുക്ക് ലക്ഷണങ്ങളില്ല, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല, ഞാൻ വളരെ ഹെൽത്തിയാണ്, ഞാൻ മാരത്തോൺ ഓടുന്ന ആളാണ്, എനിക്ക് റിസ്ക് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ഇല്ല, നമുക്കും ഓരോരുത്തർക്കും ഇതേപോലെ ഹാർട്ടിന്റെ റിസ്ക് ഉണ്ട്, ഓരോ ഫാമിലിയിലുള്ളതുണ്ട്. അപ്പോൾ അദ്ദേഹം അടുത്ത പടി എന്താണ് ചെയ്യേണ്ടത്? അടുത്തതായിട്ടുള്ളത് CT കൊറോണറി കാൽഷ്യം സ്കോർ എന്ന് പറയുന്ന ടെസ്റ്റ് ആണ്. ഇത് കോൺട്രാസ്റ്റ് ഒന്നും ഇഞ്ചക്ട് ചെയ്യാത്ത ബേസിക് CT സ്കാൻ ആണ്. ഇതിൽ ഹാർട്ടിന്റെ രക്തക്കൊഴലുകളിലെ കാൽഷ്യം അടിഞ്ഞത് CT സ്കാൻ വഴി മാപ്പ് ചെയ്യുകയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ടെസ്റ്റാണ്. സ്പെസിഫിക് CT മെഷീനുകളിലാണ് അത് ചെയ്യുക. ആ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കാൽഷ്യം അടിഞ്ഞ രക്തക്കുഴലിന്റെ ഒരു മാപ്പിംഗ് നമുക്ക് കിട്ടും, ഒരു ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത കിട്ടും. അതിൽ കാൽഷ്യം സ്കോർ 0 പറയുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ അറ്റാക്ക് വരാൻ, അവിടെ ഒരു കൊഴുപ്പ് അടിയാനുള്ള, ഓൾറെഡി അടിഞ്ഞിരിക്കാനുള്ള റിസ്ക് വളരെ വളരെ കുറവാണെന്നാണ്. അതിനുശേഷം ഒരു ജിം പ്രോഗ്രാം അല്ലെങ്കിൽ എക്സസൈസ് പ്രോഗ്രാം അല്ലെങ്കിൽ സ്പോർട്സ് പ്രോഗ്രാമിലേക്ക് ധൈര്യമായിട്ട് പോകാം. പക്ഷേ ലക്ഷണങ്ങളുണ്ട്, അതുപോലെ തന്നെ റിസ്ക് ഫാക്ടർ കൂടുതലാണെങ്കിൽ നമ്മൾ ഈ ടെസ്റ്റിനെ അടുത്ത പടിയിലേക്ക് എടുക്കും. CT കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയും. അതിൽ CT സ്കാനിന്റെ കൊറോണറി കാൽഷ്യത്തോടൊപ്പം തന്നെ കോൺട്രാസ്റ്റ് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ രക്തക്കുഴലിൽ കാണാം, അതിൽ വ്യക്തമായി ബ്ലോക്കുകളുടെ തുടക്കം തന്നെ ഉണ്ടോ. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും വളരെ ശക്തിയായ, വളരെ ഗുരുതരമായ 70-80%, 90% ഉള്ള ബ്ലോക്കുകളല്ല ഈ പലപ്പോഴും അറ്റാക്കിന് കാരണമാകുന്നത്. 80-90% ആവുന്ന ബ്ലോക്കുകൾ പലപ്പോഴും ലക്ഷണങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ തന്നെ ഒരാൾ നേരെ അതിന്റെ മെഡിക്കൽ ഹെൽപ്പ് എടുക്കുന്നു, ബ്ലോക്ക് കണ്ടുപിടിക്കുന്നു, ചികിത്സിക്കുന്നു. പക്ഷെ പലപ്പോഴും 30-40% പ്ലാക്ക് ആയിരിക്കും. ആ പ്ലാക്ക് എന്ന് പറയുന്ന കൊഴുപ്പടിഞ്ഞു കൂടി ആ പ്ലാക്ക് പൊട്ടി അവിടെ രക്തക്കട്ട വന്നിട്ടാണ് അറ്റാക്ക് വരുന്നത്. പലപ്പോഴും ജിമ്മുകളിലും സ്പോർട്സിന്റെ സമയത്ത് ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാക്ക് അവിടെ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്ലാക്ക് ഫോം ചെയ്ത് അതൊരു നെഞ്ഞുവേദന ഉണ്ടാക്കി ക്ലിനിക്കലി ഹാർട്ട് അറ്റാക്ക് ആക്കാൻ ചിലപ്പോൾ 10 വർഷമൊക്കെ എടുക്കും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ 10 വർഷം മുമ്പേ ഇതിനെ കണ്ടുപിടിക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ ആ പ്ലാക്ക് വരാതിരിക്കാനുള്ള
വളരാതിരിക്കാനുള്ള മരുന്നുകൾ, അത് പ്ലാക്ക് പൊട്ടുമ്പോൾ ബ്ലഡ് ക്ലോട്ട്, രക്തക്കട്ട വരാതിരിക്കാനുള്ള മരുന്നുകൾ നേരത്തെ തുടങ്ങി എങ്ങനെ അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യാമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡോക്ടർ, ഇപ്പോൾ നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് എന്ന് പറയുന്നത്, പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യമാണ്. സത്യത്തിൽ ഇവർക്ക് യാതൊരുവിധ ലക്ഷണങ്ങളും അതിനു മുൻപ് ഇവരുടെ ബോഡി കാണിച്ചിരുന്നില്ലേ? ഇവർക്ക് ഒരു ക്ലൂവും കൊടുത്തിരുന്നില്ലേ ഇങ്ങനെ ഒരു അപകടം മുന്നിൽ നിൽപ്പുണ്ട് എന്നുള്ളതിനെ കുറിച്ച്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ലക്ഷണങ്ങളുള്ള ലെവലിലേക്ക് ഒരു ബ്ലോക്ക് എത്തണമെങ്കിൽ കുറേ വർഷങ്ങളെടുക്കും. നമ്മുടെ ഈ കൊഴുപ്പടിഞ്ഞത് ബ്ലോക്കിലേക്ക് എത്താൻ 10 മുതൽ 20 വർഷം വരെ എടുക്കുമെന്നാണ്. അപ്പൊ നമ്മുടെ ഒരു 30-40 വയസ്സുള്ള ആളുകൾക്കൊക്കെ ഈ പ്ലാക്ക് അടിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. ചിലർക്കുണ്ടാവാം, ചിലർക്കുണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് ആർക്കുണ്ട് എന്ന് കണ്ടുപിടിച്ച് അവർ അതിനനുസരിച്ചിട്ടുള്ള ജീവിതശൈലിയും അതിനനുസരിച്ചിട്ടുള്ള ചികിത്സയും ചെയ്ത് നോക്കണം. ഉദാഹരണത്തിന് ഒരു 35 വയസ്സുള്ള വ്യക്തി കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നു, 250 കൊളസ്ട്രോൾ ഉണ്ട്, LDL ഒരു 180 ഉണ്ട്. അപ്പോൾ നമ്മൾ പറയും അദ്ദേഹത്തോട്, ആദ്യം നമുക്ക് ജീവിതശൈലിയിലൂടെ ഇതൊന്ന് കുറച്ച് നോക്കാം മരുന്നില്ലാതെ. അത് കഴിഞ്ഞ് ഒരു 2-3 മാസത്തിന് ശേഷം എക്സസൈസും ഭക്ഷണ നിയന്ത്രണമൊക്കെ ചെയ്തത് കുറഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റാറ്റിൻ പോലെയുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ജീവിതശൈലിയിലെ മാറ്റവും അതുപോലെ തന്നെ മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ മരുന്നുകളും ചെല്ലുമ്പോൾ തന്നെ ഈ പ്ലാക്ക് വളരുന്ന തോതും അതുപോലെ അത് കുറച്ച് റിഗ്രസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ വളർച്ച നിൽക്കും, അതുപോലെ തന്നെ അത് പൊട്ടി ഒരു അറ്റാക്കിലേക്ക് പോകാനുള്ള സാധ്യത കുറയും. ഈ സ്റ്റേജിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്ലാക്ക് റപ്ചർ ചെയ്യാൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അനദർ 10 years എടുക്കും. അപ്പൊ ഈ വർഷങ്ങൾക്കുള്ളിൽ എന്ത് തന്നെയാണെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു മാനസികമായ പിരിമുറുക്കം, അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരു വളരെ സ്ട്രെസ് ഉണ്ടാക്കുന്ന, സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് സാധാരണ ചെയ്യാത്ത ഒരു ഹൈക്കിങ്ങിന് പോകുന്നു, ട്രെക്കിങ്ങിന് പോകുന്നു, ആ സമയത്താണ് ഇതിന്റെ പെട്ടെന്ന് ഈ പ്ലാക്ക് റപ്ചർ അടിച്ച് അവിടെ രക്തക്കട്ട വന്ന് ഇത് അറ്റാക്കായി മാറും. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ലക്ഷണങ്ങൾക്ക് കാത്തിരിക്കാതെ അതിനു മുമ്പ് തന്നെ നമ്മുടെ റിസ്ക് അറിയുകയും, ഗൈഡ് ലൈൻ പ്രകാരം 40 വയസ്സിന് ശേഷം ഇപ്പോൾ ചെക്കപ്പ് നിർബന്ധമാണ് ഓരോ വ്യക്തിക്കും. ഇന്ത്യക്കാരുടെ കാര്യത്തിൽ ആണെങ്കിൽ എസ്പെഷ്യലി റിസ്ക് ഫാക്ടറും അതുപോലെ നമ്മുടെ പാരമ്പര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു 35 വയസ്സിൽ തന്നെ ചെക്കപ്പ് ചെയ്ത് ചെയ്യേണ്ടതാണ്. ഡോക്ടർ, നമുക്കറിയാം നമ്മളെല്ലാം ഈ കോവിഡിനെ അതിജീവിച്ച മനുഷ്യരാണ്. ഈ കോവിഡിനും ഈ ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞങ്ങൾ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കോവിഡ് അതുപോലെ തന്നെ കോവിഡ് വാക്സിൻ കൊണ്ടാണോ ഇത് വന്നത്? രക്തത്തിലെ ധമനികളിൽ ക്ലോട്ട് വരുന്നതിനോ ബ്ലോക്ക് വരുന്നതിനോ ഡയറക്റ്റ് ആയിട്ട് കോവിഡിനോ കോവിഡ് വാക്സിൻ എഫക്റ്റ് ഉള്ളതായിട്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. കോവിഡ് മരണങ്ങൾ ഉണ്ടായ സമയത്ത് പലപ്പോഴും ഹൃദ്രോഗമായിരുന്നു മരണകാരണം. കാരണം ഹൃദ്രോഗം ഓൾറെഡി ഉള്ള രോഗികളിൽ കോവിഡ് വന്ന സമയത്ത് ആ രോഗം മൂർച്ഛിക്കുകയും അതിന്റെ കോംപ്ലിക്കേഷൻസ് കാരണം അന്ന് മരണവും സംഭവിച്ചിട്ടുണ്ട്. ഇത് കോവിഡിന്റെ ആദ്യ വേവിൽ ഇറ്റലിയിലും ചൈനയിലുള്ള ഗുരുതരമായ കോവിഡുകളിൽ നമ്മൾ കണ്ടിട്ട്, ഇന്ത്യയിലേക്ക് വരുന്ന സമയത്തേക്ക് അതിന്റെ തീവ്രത കുറഞ്ഞിരുന്നു. അതിനുശേഷം വാക്സിന് ശേഷം കോവിഡിന്റെ തീവ്രത കുറഞ്ഞതിന് ശേഷം നമ്മൾ അത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ കോവിഡ് വാക്സിന്റെ ചില വാക്സിൻ, mRNA വാക്സിനുകളിൽ വീനസ് ത്രോംബോസിന്റെ എവിഡൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വാരിക്കോസ് വെയിൻ, അതുപോലെ കാലിലെ വെയിനുകളൊക്കെ തടിച്ചവർക്കൊക്കെ വെയിനിൽ രക്തക്കട്ട വന്നതായിട്ട് ചില പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഹാർട്ട് അറ്റാക്കിന് ഹൃദയത്തിന്റെ കൊറോണറി ആർട്ടറികളിൽ ക്ലോട്ട് കോവിഡ് വാക്സിൻ മൂലമോ കോവിഡ് മൂലമോ ഉണ്ടാവുമെന്ന് ഇതുവരെ ശാസ്ത്രം തെളിയിച്ചിട്ടില്ല. ഓക്കെ ഡോക്ടർ, വളരെ നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. എന്തായാലും പ്രേക്ഷകർക്കെല്ലാം ഒരു ധാരണയായി കാണും ഹൃദയാരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത, എങ്ങനെ നമ്മൾ പരിപാലിക്കണം, ഹൃദ്രോഗം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ ഡോക്ടർ നമ്മളോട് സംസാരിച്ചു. കോഴിക്കോട് മേത്ര ആശുപത്രിയിലെ സീനിയർ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ഷഫീഖ് മാട്ടുമ്മലാണ് നമുക്കൊപ്പം ചേർന്നത്. വളരെ നന്ദി ഡോക്ടർ.